തെക്കൻ കേരളത്തിലെ സദ്യകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഈ പരിപ്പും പപ്പടവും നെയ്യും. അവിടെയൊക്കെ ഈ സദ്യ തുടങ്ങുന്നത് തന്നെ ഈ പരിപ്പും പപ്പടവും നെയ്യും കൂട്ടി ഉണ്ടിട്ടാണ്. അപ്പൊ ഇന്ന് നമുക്ക് നല്ലൊരു സദ്യ സ്റ്റൈൽ കട്ടിപ്പരിപ്പിന്റെ റെസിപ്പി ആവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. കളറൊന്നും മാറിപ്പോവണ്ട. പുറത്തുപോയാൽ ആ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഇനി ഇത് നന്നായിട്ട് കഴുകിയ ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു ഗ്ലാസ് പരിപ്പിന് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1 ഇഞ്ച് നീട്ടത്തിലുള്ള ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും എരിവിനായിട്ട് ഒരു 3 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഒരു 2 വിസിലിന് നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 സ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസ് തേങ്ങ, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1/4 പാലും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2/2 പാലുമാണ് എടുത്തിരിക്കുന്നത്. ആ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്ത 2/2 പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 2/2 പാല് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം 1/2 പാല് ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1/2 പാൽ ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ.